ചേട്ടാ ഒന്ന് നിൽക്കണേ. എന്തു പറ്റി? അത് കുരുങ്ങാൻ സമ്മതിക്കൂല. ക്ലാര ജോസ്. മോളെ ഇത് സ്മൂത്ത് ആണോ കെരാറ്റിൻ ആണോ? മായ സാറേ. പറ മോളെ എന്താ പറ്റിയേ? വഞ്ചിച്ചു. അവൻ എന്നെ വഞ്ചിച്ചു. ആര്? ജയകൃഷ്ണൻ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ടോ? എന്നിട്ട് ബ്രേക്കപ്പായി. മരിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവൻ എന്നെ വഞ്ചിച്ചു സർ. എൻ്റെ വാച്ച്, എൻ്റെ മാല, എൻ്റെ ഐഫോൺ എല്ലാം പോയി. ആ ബെസ്റ്റ്. സാറേ ഇതും കേസ് ബ്രേക്കപ്പാ. വ്യക്തമായില്ല, ഒന്നുകൂടെ പറ. ക്ലാരെ, ജയകൃഷ്ണ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യില്ലെന്ന്? ഇതാണോ ശല്യം? പിന്നല്ലാതെ. എടോ ക്ലാരെ, ക്ലാരെ, പിടിയടി. എടോ പ്ലീസ്. കേറ്. നിൻമുഖം അതിൻ നിൻമനം നിറയെ മാഞ്ഞിടാതെ നിൽക്കേ. എന്തിനു ഞാനുമെന്നതറിയാതെ ഏകനായി നിൽക്കേ. അരികിലായി വന്നഴകു തീർത്തു തന്ന സ്നേഹ സ്വപ്നമെല്ലാം അകലെയായി മെല്ലെ വിട ചൊല്ലിടുമ്പോൾ ഉള്ളു നീറിടുന്നേ. ഇതുവഴിയേ ഞാൻ നിറമിഴിയാലെ പല കുറി നിൻമൊഴി നിൻചിരി തേടിടവേ. മറുജന്മം അതിലെൻ സ്വന്തം പ്രണയിനിയാകുക ഒരു കുറി നീ. ഓ അകലെ പോകാതെ നിൻമിഴി എന്നോടായി പറയേ. അകലാതിന് വയ്യെന്നു നീ പറയേ. ദിനവും ഞാൻ തിരയും നിൻ ശരികളതാകെ നേരും നോവും ഒന്നായി കലരാതെ. നിന്നോർമകളിൽ മനം നീരിടവേ തേടി ഞാനെങ്ങുമേ. വീണ്ടും ഇതുവഴിയെ തനിയെ പോയിടവേ ഉള്ളിൽ നീ മാത്രമേ. നിനക്കായി പിറക്കാം ഇനി 7 ജന്മം. തലോടാൻ നിലാവായി ഞാൻ വന്നിടാം. ഇനി എന്നരികിൽ വരുമോ സഖിയെ ഒരു കുറിതു വഴിയേ. ഇനി എന്നരികിൽ വരുമോ സഖിയെ ഒരു കുറിതു വഴിയേ. എടി നീ അത് വിട്. നിനക്ക് പറ്റിയൊരു സെറ്റപ്പ് അല്ല അവൻ്റെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ അപ്പനെയും കെവനെയും ധിക്കരിച്ചോണ്ടൊന്നും നടക്കത്തില്ല. നിന്റെ ഒരു വല്യപ്പനുണ്ടല്ലോ, അങ്ങേരെങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവനെയും കൂടെ അവൻ്റെയൊക്കെ വർക്ക്ഷോപ്പിലിട്ട് കത്തിക്കും. അങ്ങേറെ ഇളയ മോനുണ്ടല്ലോ റോണി, അവനെ തന്നെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി നീയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. നീ പറയുന്ന പോലെ അതത്ര എളുപ്പമല്ല. അവനങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഒഴിവാക്കാനാണെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം ചേച്ചി. കൈമുട്ടുണ്ട് ഒരു തട്ട്, ഒരു തള്ള്. സിമ്പിൾ. പോവാ, നീ ചെന്ന് നിന്റെ ടോക്സിക് റോണിയെ തള്ളു. ടോക്സിക് ആയാലാ ചാച്ച പൊളിയല്ലേ. ഒരു ചാച്ചനും വാവാച്ചി.
നിങ്ങളിവിടെ താഴെ തിരക്കുന്നുണ്ട്, വരുന്നെങ്കിൽ വാ. ഓ ഉള്ളടാ വാടാ. അത് എന്നോട് തേനീർ കൊണ്ടത് നിജമോ. മഹേഷേടാ നിന്റെ ടേണാടാ, വാടാ വന്ന് പുഷപ്പെടാ. ഓ അത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പയ്യന്മാരുടെ 100K സക്സസ് പാർട്ടി ഉണ്ടെന്ന്. മഹേഷ് ഏട്ടനെ പുഷപ്പടിക്കാൻ വിളിക്കുന്നുണ്ട്. വാടാ. നീ എന്തുവാടി ഇങ്ങനെ നിൽക്കുന്നേ? ഇതുവരെ വിട്ടില്ലേത്? വീട്ടളിയാ വിട്ട് അവളില്ലേലും ഞാൻ ജീവിക്കും, അന്തസ്സായിട്ട് ജീവിക്കും. പിന്നെ അവിടെ അച്ഛനും ആങ്ങളെയൊക്കെ പറയുന്ന പോലെ നമ്മള് ലോക്കൽസാ. പക്ഷെ നമുക്ക് വർക്ക്ഷോപ്പില്ലേ, വരുമാനമില്ലേ, അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ? പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. തീർത്തോടാ. നൗഫലിന്റെ കൊണ്ടാ ഞാൻ പോയി മേടിച്ചോണ്ടരാ. ഞാൻ പോയെടുക്കണം. അവനെ കൂടെ വിളിച്ചോ. എന്നടാ ആരംഭിച്ചിട്ടിയാ? ആ ആര്യണ്ണ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ചെല്ല് ഞാൻ വരാം. ഓക്കെ തമ്പി. കൊള്ളാം കൊള്ളാം. അടുത്ത് സുനിയണ കൊണ്ടുവരാം. ഈ ഒളിച്ചോട്ടൊന്നും എല്ലാവരുടെ കാര്യത്തിൽ പ്രാക്ടിക്കൽ അല്ല. അതാണ് എനിക്കും പറയാനുള്ളത്. ജയ ഇവിടെ അവിടാണ്. അതാണ് എനിക്കും പറയാനുള്ളത്. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞ ഒന്നും വേണ്ടാന്ന്. മിച്ചു പിന്നെ നമ്മുടെ ചെറുക്കനെയും പ്രേമിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ചാളക്കറിയും ചോറും നിന്നിട്ട് ഇപ്പൊ അവള് സ്റ്റാറ്റസ് നോക്കി ബീഫേ കയറ്റത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അണ്ണ ഒരു വാക്ക് പറ. സുനിയണ്ണ ക്ലാര ചേച്ചി തൂക്കെടുത്താണ് എന്റെ ഫ്രണ്ടിൽ കൊണ്ടുവിടും. ഇന്നെടാ നിന്നോട് ഞാൻ പല പ്രാവശ്യമായി ടോൾഡ് ഓരോരോ പറഞ്ഞു ഈ ചപ്പല് തുണിയെ പറഞ്ഞു മുപ്പിച്ചോരോ പൊള്ളിപ്പിക്കില്ലെന്ന്. ഉണ്ടോ ഉണ്ടോ ഉണ്ടാ ഉണ്ടെങ്കിൽ എടുക്ക്. എടാ പോപ്പർ എന്തിയടാ? ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മിസ്റ്റർ ടെക്നോ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന്റെ സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഹലോ ഗായ്സ്, നമ്മുടെ കെവിൻ ബ്രോയുടെ വീട്ടിലാണ് നമ്മളെല്ലാരും ഇപ്പോൾ ഉള്ളത്. ഡാൻഡ് ഇവിടെ നമ്മുടെ ജോസങ്കിൾ ഉണ്ട്, പിന്നെ മകേഷ് ഭായ് ഉണ്ട്, ജെനിം ബ്രോ ഉണ്ട്, ആരി ചേച്ചി ഉണ്ട്, കെവിൻ ബ്രോ ഉണ്ട്, റോണി ചാച്ചനുണ്ട്, സോനാര ഉണ്ട്, ക്ലാര ചേച്ചി ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. നമ്മളിപ്പോ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ്. കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. കെവിൻ ബ്രോ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. കട്ട് ചെയ്തു, എല്ലാവരും കട്ട് ചെയ്തു. ഓ മകേഷ് ബ്രോ നല്ല ടൈമിങ്ങിന് പോപ്പ് ഓടിച്ചിരിക്കുന്നു ഗായ്സ്. ഇവിടെ കെവിൻ ബ്രോ കേക്ക് കട്ടിയിരിക്കുകയാണ് ഗായ്സ്. കെവിൻ ബ്രോ കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ പീസ് എടുത്ത് ജോസങ്കിൾ നേർക്ക് കൊടുത്തിരിക്കുകയാണ് ഗായ്സ്. ജോസങ്കിളിനെ കുറച്ച് കെവിന് കൊടുത്തിരിക്കുന്നത് കേക്ക്. അടിപൊളി അടിപൊളി. ചാച്ചാ
അടിപൊളി. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം വെറും 6 മാസം കൊണ്ടാണ് ഗൈസ് നമ്മൾ 100K അടിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 1 മില്യൺ നേടാൻ സാധിക്കും. 100K എന്നുള്ളത് നമുക്ക് 1 മില്യൺ ആക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അതിനായി ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ആഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ. ചിയേഴ്സ്. ഒരെണ്ണം എടുത്ത് അവ കൂടെ കൊണ്ട് കൊടുറി ബോധം വീഴട്ടെ. നീ ഇവിടെ എന്തെടുക്കുക? ഇത് കൂടി ഞാനൊരു സ്നാപ്പ് എടുക്കട്ടെ. എന്തു ആടി, നല്ല സങ്കടം ഉണ്ടല്ലയോ? ഇപ്പൊ കരയോ നീ? കരയണോ? കരയടി നീ. Poor boy. തുടങ്ങി പ്രേമനൈരാശ്യം. ജയ 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 വെറുതെ ഇരുന്നേ സുനിയെ. നിനക്ക് അവളെ കാണണോ? നിന്നെ ഞാൻ കൊണ്ടു, ഈ സുനി കൊണ്ടു, നമ്മളവളെയും കൊണ്ടേ വരൂ. വണ്ടി കല്യാണം അമ്മ എൻജോയ് பண்ணு. അപ്പൊ പച്ച വെളുത്തിൽ പച്ചിക്കാൻ പറയാണ്. എടി അവന്മാർ കൂടിയാ വരുന്നേ. അവളെ കല്യാണാണോ? ആയിരിക്കത്തില്ല, ലൈറ്റും പന്തലും ഒന്നും ഇല്ലല്ലോ. ഇവന്മാരെന്താ ഇവിടെ? ഞാൻ ഇറങ്ങുന്ന ഇവൻ ഇത് എന്തുദ്ദേശിച്ചാ? എനിക്കറിയില്ല. ഒന്ന് പോ ജയകൃഷ്ണ. ജയകൃഷ്ണ നിന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞതാ. വെറുതെ ഇവിടെ കൊണ്ട് അലമുണ്ടാക്കരുത്. ഇവരെ വിളിച്ചിട്ട് പോയേ. രണ്ടും കൂടെ ഇറങ്ങി വന്നില്ലാന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ തൂക്കെടുത്ത് തുണിയെണ്ണ കൊണ്ടുപോകും. തമ്പാക്കൊന്നും എന്റെ കയ്യില്ലടോ. മഹേഷ് ഒന്ന് നിർത്തിയാണ്. കെവിനെ പാട്ട് നിർത്ത്. വന്നില്ലേ നിന്നെ രണ്ടിനെണ്ണം തൂക്കെടുത്തോണ്ടു. അണ്ണന്റെ കൈ കിടന്ന നീയൊക്കെ പിടയ്ക്കും. പിടപെടാന്ന് പിടയ്ക്കും. കെവിനെ ഇത് അവന്മാരല്ലേ? അവന്മാർക്കെന്താ ഇവിടെ കാര്യം? വേണ്ട ഞാൻ ചോദിക്കുന്നു. പ്രശ്നം? കേറി പോടിയകത്ത്.
ചേട്ടൻ പോയെ അവളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ? എന്തോ അവസാനിപ്പിച്ചത്? നീ എല്ലാം കൂടെ പറഞ്ഞു പറയിപ്പിച്ചല്ലടാ. എന്ത് പറയിപ്പിച്ചെന്ന്? ചേട്ടൻ പോയെ. ഇവിടെ ഒരു പാർട്ടി അടക്കാണ്, ചുമ്മാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. എല്ലാരും വിളിച്ചോണ്ട് പോയെ. അവന്റെ ഒരു പാർട്ടി. എടാ അയ്യോ ഞങ്ങളുടെ പാവം പാവടാ. അങ്ങനെ തേച്ചൊട്ടിച്ചിട്ട് നീയൊക്കെ പാർട്ടി ആഘോഷിക്കണം. എന്റെ ടൂൾസിന്റെ വണ്ടി അവിടെ. ഒരു കിലോ ചീനിക്ക് 40 രൂപ ഇല്ലെങ്കിൽ വണ്ടി എടുത്തോ. തോക്ക് കൊണ്ട്